ഹായ്, വെൽക്കം ടു ലൈഫ് ലോബ്സ്. അപ്പോൾ ഇന്ന് നമ്മളെ സൺഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ മക്കളെയും കൊണ്ട് ഒന്ന് നമ്മുടെ ട്രിവാൻഡ്രം സൂവിൻ്റെ അകത്തൊന്ന് കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. നമ്മളിവിടെ പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക്, അപ്പോൾ അവിടെ കളിപ്പിക്കും, എന്നിട്ട് പോവും. അല്ലാതെ നമ്മൾ ഈ സൂവിൻ്റെ അകത്ത് കയറിയിട്ട് ഒരുപാട് നാളായി. നമ്മൾ ഐഷുകുട്ടിക്ക് ഒരു 6 മാസം ആ ഒരു പ്രായത്തിലാണ് ലാസ്റ്റ് സൂവിൻ്റെ അകത്ത് കയറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒന്നും ഓർമ്മയില്ല, അനിമൽസിനെ കണ്ടതോ അങ്ങനെ ഒന്നും ഓർമ്മയില്ല കേട്ടോ. അതുപോലെ ഈശാനും അവനും കണ്ടതായിട്ടൊന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്ന പിന്നെ പിള്ളേരെ കൊണ്ടൊന്ന് സൂവിലൊന്ന് കാണിക്കാമെന്നേ. അങ്ങനെ അനിയനും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ നമ്മുടെ സൂവിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്, അവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്തു. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുമാണ്. പിന്നെ എന്താണ്, ടിക്കറ്റ് എടുത്ത് പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ബാഗ് അതൊന്നും കൊണ്ടു കയറാനായിട്ട് പറ്റൂല. അപ്പോൾ അതൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ പിന്നെ നമ്മൾ അകത്തോട്ട് കയറി. ഇവിടെ എല്ലാം മറ്റേ മങ്കിയുടെയൊക്കെ സെക്ഷനാണ്. പക്ഷേ ഉമ്മ കൊടുക്കാം. അപ്പോൾ 1-2 മങ്കിയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ അധികമൊന്നും കണ്ടില്ല, കാണാൻ പറ്റില്ല, അതെല്ലാം അകത്തോട്ടൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഈ പക്ഷികളുടെ ആ ഒരു സെക്ഷനിലേക്ക് വന്നേ. വെള്ളം വേണോ? അമ്മയുടെ ഉണ്ട്. അവന് കുപ്പി കണ്ടോണ്ടാണ്. ആണ്ടിലൊരു കുഞ്ഞു വാവയൊക്കെ കൊണ്ടുവന്നേക്കുന്നത് നല്ല രസമുണ്ടല്ലേ. പണ്ട് ഐശുവിനെ ഞാൻ ഇതുപോലെ കൊണ്ടുവരുന്ന സമയത്ത് മറ്റേ കങ്കാരു ബാഗില്ലേ, അതിനകത്ത് ഇട്ടിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിനകത്ത് ഒത്തിരി നടക്കാറുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ബാറ്ററിയൊക്കെ തീർന്ന് നമ്മൾ ഓഫാവും കേട്ടോ, അത്രയ്ക്ക് നടക്കാനുണ്ട് ഇതിനകത്ത്. പക്ഷെ നിറയെ കിളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. തത്ത, പഞ്ചവർണ്ണക്കിളി, അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വളരെ കുറവാണ്, ആകെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പല കൂടുകളിലും ഒന്നുമില്ല. പണ്ട് ഇത്രയും വലിയ കൂടുകളൊന്നും അല്ലായിരുന്നു കേട്ടോ. കൂടൊക്കെ ചെറിയ കൂടുകളൊക്കെ ആയിരുന്നേ. പക്ഷെ ഇപ്പോൾ കൂടുകളൊക്കെ നല്ല വലുതാക്കിയിട്ടുണ്ട്. പിന്നെ മുതല, ചിങ്കണ്ണി അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ടായിരുന്നേ, അതൊന്നും ഇപ്പോൾ കാണാനില്ല. പിന്നെ ജിറാഫ്, പിന്നെ ഒരു ആന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. എന്താണ്, എല്ലാം ചത്തുപോയെന്ന് തോന്നുന്നു കേട്ടോ. ഈ വൈറ്റ് കളറിലുള്ള ഈ ഒരു പക്ഷിയില്ലേ, ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഇഷ്ടം പോലെ ഉണ്ട്, അതൊരുപാടുണ്ട് അതിനകത്ത്. പിന്നെ എന്താണ്, പിന്നെ നീർനായ മുമ്പ് ഉണ്ടായിരുന്നതാണോ അതോ ഇപ്പം അത് ആഡ് ചെയ്തതാണോ എന്നുള്ളത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷെ നീർനായ കുട്ടികൾക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് കൊടുത്തു, കാരണം അവർ എപ്പോഴും ഒന്നും അത് കാണുന്നതല്ലല്ലോ. മറ്റുള്ള ഞാനൊരു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ട്രിവാൻഡ്രം പള്ളിച്ചൽ ഒരു ഫാം ഹൗസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഐഷുവിനെ ഈ അനിമൽസിനെ നേരിട്ട് കാണുന്നത് ഐഷു അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള അനിമൽസിന് അവൾക്ക് അത്ര ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ ഈ നീർനായ അവളിവിടെ വെച്ചാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാം കരടിയുടേത്. ഈ കരടിയൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കും കേട്ടോ അകത്തോട്ടൊക്കെ. നമുക്ക് ഈ 2 കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഹിപ്പോ. ഇത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഐശുവിന്, കാരണം ഇതങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. അവിടെ ഫാം ഹൗസിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാവേ, ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ആഡ് ചെയ്യാം. അതിനകത്ത് ഇതൊന്നും കണ്ടിട്ടില്ല, ഹിപ്പോനെ ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ കരടി, അതിനെയും കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ്.
മാനുകൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. എന്ത് രസമല്ലേ പച്ച ഇലകൾ കഴിക്കുന്നത്. പിന്നെ മാനുകൾ ഒത്തിരി ഉണ്ട്. മാനുകൾ, പുള്ളിമാന്. ഈ ഒരു ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ എനർജിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. നമ്മൾ കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് നടക്കേണ്ട അവസ്ഥയായി. അവർക്കും കാലൊക്കെ വേദനിച്ച്. പിന്നെ ഡിസൈൻ വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചോ? അതിന് ഫുഡ് കഴിച്ചാൽ ഉറങ്ങണം. തക്ക് ഫുഡ് ഇത് സിംഹമാണോ കടുവയാണോ എന്താണിത്? കണ്ടു എന്തൊക്കെയായിരുന്നു. നമ്മൾ 3 പേരും ചത്ത് കേട്ടാ. ചത്തെന്ന് പറഞ്ഞാൽ പിള്ളേരെ എടുത്ത് ഇങ്ങനെ നടക്കാനേ നല്ല പാടായിരുന്നു. ഒരുപാട് ദൂരം ഉണ്ടല്ലോ. നമ്മൾ കയറിപ്പോയി അയ്യോ ഇനിയിപ്പോൾ ഇറങ്ങിയാൽ മതി എന്ന് തോന്നിപ്പോവും. നല്ല ടയർഡാവും. അത്ര വെയിലൊന്നും ഇല്ല എങ്കിലും ചൂടുണ്ട്. നമ്മളിങ്ങനെ നടക്കുന്നതുകൊണ്ട് ചൂടുണ്ട്. പിന്നെ ഇതിനകത്ത് വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് കണ്ടില്ല, മുമ്പ് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കയറി, പക്ഷെ അധികം വീഡിയോസൊന്നും എടുത്തില്ല പയ്യെ, അതുകൊണ്ടാണ്. പിന്നെ ഇതാ മുള്ളൻ പന്നി, പിന്നെ ഇതാ പാമ്പിൻ്റെ ഒരു സെക്ഷനുണ്ട്, സ്നേക്സ്. അവിടെ കയറി, അവിടെ ഇതാ ഇതുപോലെ കണ്ടാ അതൊക്കെ കണ്ടിട്ട് പിന്നെ ഇറങ്ങിയിട്ടാ. പിന്നെ നമ്മൾ നേരെ ഈവനിങ്ങിൽ അമ്മയൊക്കെ വിളിച്ചിട്ട് നമ്മൾ പുറത്തുകാട് ചർച്ചിലൊന്ന് പോയായിരുന്നേ. പിന്നെ അവിടെ നിന്ന് നേരെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. നല്ലൊരു ദിവസമായിരുന്നു. ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോയുമായി കാണാം. ബൈ.